സോണിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ലൂഫിയും മൊമന്റോസ്കിയും അവർ രണ്ടുപേരും കറക്റ്റായിട്ട് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ലൂഫി ആണെങ്കിൽ അവന്റെ ഫോർത്ത് ഗിയർ എടുക്കും. യമട്ടോ ആണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് അവർ മൂന്ന് പേരും ചേർന്ന് കൈഡോയെ ആഞ്ഞെട്ടിക്കുകയാണ്. ഒരു ഇടിയിൽ അവൻ അങ്ങനെ പാറകൾ ഇടിച്ച് തകർത്ത് തെറിച്ചുപോയി വീഴുകയാണ്. യമട്ടോ ആണെങ്കിൽ ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കും. ആരോ ഹെൽപ്പ് ചെയ്തുവെന്ന് അവൾക്ക് മനസ്സിലാവും. അവളുടെ തൊട്ട് പുറകിലായിട്ട് അവളിപ്പോൾ ലൂഫിയെ കാണുകയാണ്. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൾ തുള്ളിച്ചാടും. ലൂഫിക്കാണെങ്കിൽ യമട്ടോയെ കുറിച്ച് ആലോചിച്ച് അതിലേറെ സന്തോഷവും അഭിമാനവും. കാരണം അവൾ കറക്റ്റായിട്ട് കൈഡോട് ഫൈറ്റ് ചെയ്ത് ഇത്രയും നേരം പിടിച്ചു നിന്നിട്ടില്ലായിരുന്നുവെങ്കിൽ സ്ട്രെയിറ്റ് ആയി ആ പെർഫോമൻസ് ഫ്ലോറിലേക്ക് പോയി ബിഗ് മോമും കൈഡോയും ചേർന്ന് അവന്റെ ആൾക്കാരെയും സോൾജിയേഴ്സിനെയും എല്ലാവരെയും തല്ലി തല്ലി കൊന്നേനെ. സ്വന്തം പപ്പയോട് ഫൈറ്റ് ചെയ്ത് ലൂഫിക്ക് വേണ്ടിയും സാമുറൈസിന് വേണ്ടിയും ഓർഡന് വേണ്ടിയും അവൾ കട്ടയ്ക്ക് നിന്നു. സോ വല്ലാത്തൊരു ബഹുമാനം അവൻ അവളോട് തോന്നുകയാണ്. താങ്ക് യു വെരി മച്ച്. ഞാൻ ഫൈറ്റ് ചെയ്ത് നന്നായിട്ട് ടയേർഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഒരല്പം റെസ്റ്റ് എടുത്തു. അതുകൊണ്ടാണ് ഒരല്പം വൈകിയതെന്ന് ലൂഫി അവളോട് പറയും. അവളാണെങ്കിൽ അത് കേട്ട് ക്യാഷ്വലായിട്ട് ചിരിക്കുകയാണ്. അതിനുശേഷം അവളൊന്ന് മൊമന്റോസ്കിയെ നോക്കും. ആദ്യം അത് മൊമന്റോസ്കി ആണെന്ന് അവൾക്ക് മനസ്സിലാവില്ല. പിന്നീട് അവൾക്ക് പിടികിട്ടും അത് സാക്ഷാൽ മൊമന്റോസ്കി തന്നെയാണെന്ന്. അപ്പോഴായിരിക്കും തെറിച്ചു വീണ കൈഡോ അവൻ വീണ്ടും അവന്റെ ഡ്രാഗൺ ഫോമിലേക്ക് മാറി അവിടേക്ക് കടന്നു വരിക. ഓ നോ ലൂഫി, നിന്റെ കാറ്റ് പോയില്ലേ? ഞാൻ കരുതിയത് നീ മരിച്ചുവെന്നാണ്. അതിന് ലൂഫി ടെററായിട്ട് പറയും. അത്ര എളുപ്പത്തിൽ നിനക്കെന്നെ കൊല്ലാനായിട്ട് കഴിയില്ല. ഞാനാണ് ഫ്യൂച്ചറിലെ പൈററ്റ് കിങ്. മാത്രമല്ല ആ വൺ പീസ് ട്രഷർ അതെനിക്ക് സ്വന്തമാക്കണം. അത് കേട്ട് കൈഡോടെ കൺട്രോൾ പോവാണ്. നിന്നെ പോലുള്ള പയ്യന്മാർക്ക് ഒരിക്കലും ആ വൺ പീസ് അത് സ്വന്തമാക്കാനോ പൈററ്റ് കിങ് ആവാനോ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവൻ ഒരു സെക്കൻഡ് മൊമന്റോസ്കിയെ നോക്കും. പക്ഷെ അത് മൊമന്റോസ്കി ആണെന്ന് കൈഡോയ്ക്ക് മനസ്സിലാവില്ല. സത്യം പറയ്, നീ ആരാ? നീയാണോ ഈ ലൂഫിയെ രക്ഷിച്ചത്? നീ എവിടുന്ന് വരുന്നു? എന്താണ് നിന്റെ പേര്? എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ല എങ്കിൽ നീയും വിവരം അറിയും. മൊമന്റോസ്കിക്ക് ആണെങ്കിൽ ആദ്യ ചോദ്യമെല്ലാം കേട്ട് ഒരുപാട് പേടി തോന്നും. കാരണം കൈഡോ അവനെ തൂക്കിയെടുത്തതും കഴുത്തിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞതും അതെല്ലാം അവന്റെ മനസ്സിലൂടെ ഒരു സെക്കൻഡ് അങ്ങനെ കടന്നു പോവാണ്. പക്ഷേ അവൻ ധൈര്യം വീണ്ടെടുത്ത് ഇപ്പൊ വിളിച്ചു പറയും, ഞാനാണ് മൊമന്റോസ്കി, കൈഡോയുടെ മകൻ, ഫ്യൂച്ചറിൽ വാനോ കിൻഡത്തിന്റെ ഷോഗൺ. കൈഡോ ആണെങ്കിൽ അത് കേട്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആവുകയാണ്. കട്ട് ചെയ്താൽ വീണ്ടും ആ ഫ്ലവർ ക്യാപിറ്റൽ കാണിക്കും. അവിടെയാണെങ്കിൽ മ്യൂസിക്കും ഡാൻസും ആയിട്ട് എല്ലാവരും ആ ഫയർ ഫെസ്റ്റിവൽ അത് അടിച്ച് പൊളിക്കുകയാണ്. നമ്മുടെ ചിരിപ്പെണ്ണ് അവളാണെങ്കിൽ ഒരു ക്യാൻഡി മേടിച്ച് പതിയെ പതിയെ കഴിക്കും. അവളുടെ ചിന്ത മരിച്ചുപോയ അവളുടെ പപ്പയെ കുറിച്ചാണ്. അവളാണെങ്കിൽ അവളുടെ മാസ്റ്ററിനോട് പറയും, ആക്ച്വലി എന്റെ പപ്പ അതേ ഇപ്പൊ ഹെവനിൽ ഹാപ്പി ആയിട്ടുണ്ടാവും, ഹാപ്പി ആയിട്ട് ജീവിക്കുകയായിരിക്കും ഈ തീ പോലെ. അതിന് മാസ്റ്ററും അതെ അദ്ദേഹം ഇപ്പൊ ഹാപ്പി ആയിരിക്കും പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തി കൂട്ടിക്കൊണ്ടുപോകും. ആളുടെ ഏറ്റവും വലിയ കൺസേൺ വയലറ്റ് പെണ്ണിനെ ആലോചിച്ചാണ്. അവൾ ഒരു കാരണവശാലും ഒർഗഷിമയിലേക്ക് വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അവൾ അവളുടെ മാസ്റ്ററിനെ കമ്പൽ ചെയ്ത് ഇപ്പോ ആ ഒർഗഷിമയിലേക്ക് പോയിരിക്കുകയാണ്. അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് ആളിപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ വയലറ്റ് പെണ്ണ് അവളാണെങ്കിൽ സ്പീഡിനോടും കുതിരപ്പെണ്ണിനോടും ഒക്കെ കൂടെ ആ കപ്പലിലേക്ക് കയറുകയാണ്. ആ കാഴ്ച കണ്ട് അവളുടെ പേര് വിളിച്ച് കരഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് അവളോട് തിരികെ വരാനായിട്ട് പറയും. പക്ഷെ അവൾ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല ഇവിടെ ഇങ്ങനെ അടങ്ങിയിരിക്കാൻ. മാസ്റ്ററിന് പേടിയാണെങ്കിൽ മാസ്റ്റർ വരേണ്ടതില്ല, പക്ഷേ എനിക്ക് പോയേ പറ്റൂ. നമ്മുടെ ഫ്രണ്ട്സ് അവർക്ക് എൻ്റെ സഹായം ആവശ്യമായിട്ട് വരും. അവിടെ ഐലാൻഡ് തിരികെ പിടിക്കാനാണ് അവരെല്ലാവരും കഷ്ടപ്പെടുന്നത്. സോ എന്നെ കൊണ്ട് അത് നോക്കി നിൽക്കാനാവില്ല എന്ന് പറഞ്ഞ് അവൾ ഉറച്ച തീരുമാനമെടുത്ത് അവിടുന്ന് കടന്നു പോകും. അവൾക്ക് കട്ട സപ്പോർട്ട് കൊടുത്ത് അവളോട് കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും അവളെ സേഫായി അവിടേക്ക് എത്തിക്കും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. സൈബോർക്കുകളാണെങ്കിൽ ഇവരുടെ ഓപ്പണൻസ് അതാരൊക്കെയാണെന്ന് എല്ലാ ഭാഗത്തുള്ളവരെ അറിയിക്കുകയാണ്. അത് കേട്ട് വില്ലന്മാർക്കാണെങ്കിൽ കലി കൂടി വരും. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. കാരണം കൈഡോയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കൈഡോയുടെ മകളുണ്ട്, മൊമന്റോസ്കി ഉണ്ട്, അതുപോലെ തന്നെ ലൂഫി ഉണ്ട്. പക്ഷെ സൈബോർക്കിനാണെങ്കിൽ ആ മൊമന്റോസ്കി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും ആ പിങ്ക് ഡ്രാഗൺ അത് മൊമന്റോസ്കി തന്നെയാണെന്ന്. മാത്രമല്ല നമ്മുടെ ടീമിൽ ഇപ്പോൾ ആൾക്കാർ കൂടുതലാണ്. സോ കോൺഫിഡൻസ് കുറഞ്ഞു പോയ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഡബിൾ കോൺഫിഡൻസ് കിട്ടി. അവരാണെങ്കിൽ ഓപ്പണൻസിനെ തല്ലി തല്ലി കൊല്ലുകയാണ്. ഇവിടെ ക്യാറ്റ് വൈപ്പറും ഡോക്കിങ്ങും അവർ രണ്ടുപേരും ചേർന്ന് ഓപ്പണൻസിനെ തകർത്തിടും. ഡോക്കിങ് ജാക്കിനെ തന്നെ ആഞ്ഞിടിച്ച് നോക്കൗട്ട് ചെയ്ത് താഴെയിടും. ഇവിടെ ക്യാറ്റ് വൈപ്പർ കിങ് ആണെങ്കിൽ ആ പരസ്പരയെ അവനെ തൂക്കി പിടിച്ച് നിലത്തടിക്കാനായിട്ട് റെഡിയാവും. പക്ഷെ അടുത്ത നിമിഷം കാർമേഘങ്ങൾ വന്ന് ആ മൂണിനെ മറയ്ക്കുകയാണ്. അവനാണെങ്കിൽ ഇപ്പൊ പതിയെ ബാക്ക് ടു നോർമലായി മാറും. മറ്റൊരു ഭാഗത്ത് ജാക്ക് അവനെ കൊണ്ടാണെങ്കിൽ തീരെ പറ്റുന്നില്ല എങ്കിലും അവൻ പതിയെ എഴുന്നേക്കാണ്. അടുത്ത നിമിഷം ഡോക്കിങ് ആളും ഇപ്പൊ നോർമലായി മാറും. ഇവിടെ പരസ്പരമാണെങ്കിൽ വലിയ റോക്കറ്റ് വിട്ട സന്തോഷത്തില് അവനാണെങ്കിൽ ഇപ്പൊ ക്യാൻഡി ക്രിയേറ്റ് ചെയ്ത് കാറ്റ് കിങ്ങിനെ ആഞ്ഞടിക്കും. അതുകൊണ്ട് ക്യാരറ്റും വാണ്ടയും അവർ രണ്ടുപേരും കാറ്റ് കിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഓടി അടുക്കും. പരസ്പരം ടെററായിട്ട് അവർക്ക് നേരെ തിരിഞ്ഞ് അവരോട് ദേഷ്യപ്പെട്ട് പറയും, ഒരട്ടി മുൻപോട്ടേക്ക് വെച്ചാ നിങ്ങളെയും
ഞാൻ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞ് അവനൊരു ആക്സ് ക്രിയേറ്റ് ചെയ്ത് ഇതിപ്പോൾ ക്യാറ്റ് കിങ്ങിന്റെ കഴുത്തിൽ അങ്ങനെ വെക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത കൈഡോടെ മകള് അവളാണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കായി മൊമന്റോസ്കെ തന്നെ നോക്കുകയാണ്. ലാസ്റ്റ് ടൈം അവൾ മൊമന്റോസ്കെ കാണുമ്പോൾ അവൻ വെറും ഒരു പൊടി പയ്യനായിരുന്നു. മാത്രമല്ല അവനെ കാണാൻ ശരിക്കും ഓടനെ പോലെ തന്നെയായിരുന്നു. അവൾ ആ കാര്യം അത് മൊമന്റോസ്കയോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പൊ അവന്റെ ശരീരവും അതുപോലെ തന്നെ ആ ഒരു ഡ്രാഗൺ രൂപവും അതെല്ലാം തന്നെ കൈഡോയെ പോലെ ആയിരിക്കുകയാണ്. സോ കൈഡോയുടെ രൂപവും ഓടന്റെ രൂപവും അത് രണ്ടും ഇപ്പൊ മൊമന്റോസ്കയിലുണ്ട്. മൊമന്റോസ്കി അവസാനമായിട്ട് അവളോട് പറഞ്ഞത് ഓടനെ പോലെ നല്ല പവർ ഉപയോഗിച്ച് കൈഡോയെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കുമെന്നാണ്. സോ ഇപ്പോ മൊമന്റോസ്കിക്ക് പവറുണ്ട്. ഈ ഒരു ട്രാൻസ്ഫർമേഷൻ തന്നെ അതിന് വലിയൊരു തെളിവാണ്. കൈഡോയുടെ മകളാണെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യും. മൊമന്റോസ്കി തീർച്ചയായിട്ടും നിനക്ക് പലതും ചെയ്യാൻ കഴിയും. കൈഡോയ്ക്കാണെങ്കിൽ അത് കണ്ട് വിശ്വസിക്കാൻ കഴിയില്ല. ഓ നോ, ഓടന്റെ മകൻ ആ നുണുങ്ങു പയ്യൻ, നീ ഇപ്പോ എന്നെ പോലെ തന്നെ ഒരു ബീസ്റ്റായി മാറിയിരിക്കുകയാണോ? ഒരു കാരണവശാലും 2 ഡ്രാഗൺസിനെ ഈ എർത്ത് താങ്ങില്ല. ഒരേ ഒരു ഡ്രാഗൺ അത് മാത്രമേ ജീവിച്ചിരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് എർത്ത് ബീം പവറൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ കൈഡോ ആണെങ്കിൽ മൊമന്റോസ്കി അറ്റാക്ക് ചെയ്യാണ്. ലൂഫി ആണെങ്കിൽ അത് കണ്ട് മൊമന്റോസ്കിയോട് വിളിച്ചു പറയും, മൊമന്റോസ്കി നോക്കി നിൽക്കാതെ നീയും അതുപോലെ എന്തെങ്കിലും ഒരു പവർ ഉപയോഗിച്ച് അവനെ തിരികെ അറ്റാക്ക് ചെയ്യും. അതിന് മൊമന്റോസ്കി പറയും, അയ്യോ ഇല്ല ഇല്ല, ഞാൻ ഇപ്പോഴാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയതുപോലും. എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല, എന്നെ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. മൊമന്റോസ്കി അവന്റെ അറ്റാക്കിൽ നിന്ന് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടുകയാണ്. ലൂഫി ആണെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും, തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് പറ്റും, എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അറ്റ്ലീസ്റ്റ് അവനെ ഒന്ന് കടിക്കാനെങ്കിലും നീ ശ്രമിക്കുമെന്ന് പറയും. അതിന് മൊമന്റോസ്കി ആണെങ്കിൽ ഇപ്പൊ കൈഡോയെ തന്നെ നോക്കി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ്. കൈഡോ ആണെങ്കിൽ വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. മൊമന്റോസ്കി ഒരു വിധത്തിൽ അതിനെ പ്രിവെന്റ് ചെയ്ത് കൈഡോയോട് പറയും, ഞാൻ ഇവിടേക്ക് വന്നത് നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാനല്ല, ലൂഫിയെ ഇവിടേക്ക് എത്തിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നിൽക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഓൾറെഡി അവന്റെ പപ്പയുടെ അസിസ്റ്റൻസ്, അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ജനങ്ങൾ, അവരെ എല്ലാവരെയും ഈ കൈഡോ അവൻ ഇല്ലാതാക്കി. മാത്രമല്ല ഇപ്പൊ ഈ ഐലാൻഡ് അതുപോലും കത്തിയിരിക്കുകയാണ്. എന്നിട്ടും മൊമന്റോസ്കിയെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അവൻ വെറും ഒരു ഫെയിലിയർ ആണെന്ന് ചിന്തിച്ച് കലിപ്പിൽ ലൂഫി ആണെങ്കിൽ അവന്റെ 3rd ഗിയർ എടുത്ത് കൈഡോയെ ആഞ്ഞെട്ടിക്കുകയാണ്. മൊമന്റോസ്കി ആണെങ്കിൽ അപ്പോഴും പേടിച്ചൊരു ഭാഗത്തേക്ക് മാറും. ലൂഫി ആണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യുന്തോറും ഇവിടെ മൊമന്റോസ്കി അവൻ ഒരു സെക്കൻഡ് അവന്റെ അമ്മയെക്കുറിച്ചും പപ്പയെക്കുറിച്ചും കാസ്റ്റിനെ കുറിച്ചും ഒക്കെ തന്നെ ആലോചിക്കും. അവനതെല്ലാം തന്നെ നഷ്ടപ്പെടാൻ കാരണക്കാരൻ അത് ഈ കൈഡോ ആണ്. സോ അവനോട് റിവഞ്ച് ചെയ്യേണ്ടത് എന്റെ കടമയാണെന്ന് പറഞ്ഞ് പേടി അതെല്ലാം മാറ്റിവെച്ച് മൊമന്റോസ്കി ആണെങ്കിൽ വമ്പ ഫോഴ്സിൽ അങ്ങനെ ഫ്ലൈ ചെയ്ത് വന്ന് കൈഡോയെ ആഞ്ഞ് കടിക്കും. കൈഡോയ്ക്കാണെങ്കിൽ ആ വേദന സഹിക്കാൻ കഴിയില്ല. കാരണം കൈഡോയെ പോലെ അവനും ഇപ്പോ ഒരു ജയന്റ് ഡ്രാഗൺ ആണ്. തീർച്ചയായിട്ടും അവന്റെ അതേ പവർ തന്നെ ഇപ്പോ മൊമന്റോസ്കിക്ക് ഉണ്ടാവും. കൈഡോ ആണെങ്കിൽ ഫുൾ കലിപ്പില് ഇപ്പൊ മൊമന്റോസ്കിയോട് ദേഷ്യപ്പെട്ട് പറയും, നീ വെറും ഒരു പപ്പടാണ്, മറ്റുള്ളവർ പറയുന്ന അനുസരിച്ചാണ് നീ എല്ലാം ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യും, നീ ഒരു അല്പസമയം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യ്, എന്റെ പവർ എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയും. പക്ഷെ മൊമന്റോസ്കി ആണെങ്കിൽ വിടാൻ തയ്യാറാവില്ല, കടിച്ച് പറിച്ചുകൊണ്ടേയിരിക്കും. അതിന് കൈഡോ അവൻ വീണ്ടും അവന്റെ എയർ അറ്റാക്ക് അത് ഉപയോഗിക്കുകയാണ്. അത് കണ്ട് ഉണ്ടപ്പെണ്ണാണെങ്കിൽ മൊമന്റോസ്കിയോട് അവിടുന്ന് മാറാനായിട്ട് വിളിച്ചു പറയും. മൊമന്റോസ്കിക്ക് ആണെങ്കിൽ അപ്പോഴും അവന്റെ പപ്പയും അമ്മയും ഇല്ലാതാക്കിയ ആ ഒരു പകയാണ് കൈഡനോട്. അവൻ വിടാതെ കടിച്ചു പറിക്കും. അടുത്ത നിമിഷം ലൂഫി ആണെങ്കിൽ ഫ്ലൈ ചെയ്ത് വന്ന് കൈഡോയുടെ മുഖത്ത് തന്നെ ഒരു പഞ്ച് കൊടുക്കും. അതിനുശേഷം മൊമന്റോസ്കിയെ വീണ്ടും അവൻ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇവിടെ സൈബോർക്ക് ആണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലൈവായി എല്ലാ ഭാഗത്തേക്കും ടെലികാസ്റ്റ് ചെയ്യും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ മൊമന്റോസ്കി ലൂഫിയും കട്ടയ്ക്ക് എന്ന് ഫൈറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അവരുടെ സന്തോഷവും കോൺഫിഡൻസും അതെല്ലാം തന്നെ കൂടി വരും. അങ്ങനെ എല്ലാവരും ആവേശത്തോടു കൂടെ ആ ഒരു ഫൈറ്റ് നോക്കി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.